പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ യുഡിഎഫിന് സാധിച്ചുവെന്ന് വിജയിച്ചയാളും കോൺഗ്രസ് നേതാവുമായ ശ്രീജിത്ത് പത്തിയൂർ പറഞ്ഞു. ജനകീയ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി പത്തിയൂരിൽ യുഡിഎഫും കോൺഗ്രസും സജീവമായി എന്നുമുണ്ടാകുമെന്നും ശ്രീജിത്ത് പറഞ്ഞു. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ മുന്നേറ്റം നടത്തുവാൻ യുഡിഎഫിന് കഴിഞ്ഞു എന്ന് പത്തിയൂർ ശ്രീജിത്ത് പറയുന്നു. പത്തിയൂരിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന ഒരു വലിയ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളമുണ്ട്. 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തായിരുന്നു പത്തിയൂർ പഞ്ചായത്തിൽ. ഈ പ്രാവശ്യം അത് 2ാം സ്ഥാനത്ത് എത്തുകയും കഴിഞ്ഞ വട്ടം നമുക്കൊരു മെമ്പറേ ഉള്ളായിരുന്നു. ഈ പ്രാവശ്യം അതിന്മേൽ മെമ്പർമാരെത്തുകയും 3-4 വാർഡുകളിൽ തുച്ഛമായ വോട്ടിന് ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വോട്ടിംഗ് നിലവാരം നോക്കുമ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് താഴെയായിരുന്നിടത്തുനിന്നും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 3ാം സ്ഥാനത്തായിരുന്നിടത്തുനിന്നും ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് കുതിച്ചു ഉയരുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു. അത് ഒരു വലിയ വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ടെക്നിക്കലി ഞങ്ങളിപ്പോൾ പ്രതിപക്ഷത്ത് തന്നെയാണ്. ആ പ്രതിപക്ഷ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ LDFിനെ ഭരണപക്ഷത്തും UDFിനെ കോൺഗ്രസിനെ പ്രതിപക്ഷത്തുമായിട്ടാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആ ഇലക്ഷൻ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു. വരും കാലങ്ങളിൽ പത്തിയൂരിൽ കോൺഗ്രസ് പാർട്ടി UDF പഞ്ചായത്തിൻ്റെ അഴിമതികൾക്കെതിരെ, പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിനെതിരെ ജനകീയ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരത്തോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ജനകീയ മുന്നേറ്റത്തിന് വരും ദിവസങ്ങളിൽ കോൺഗ്രസും UDFും ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തായിരുന്നു പത്തിയൂർ പഞ്ചായത്തിൽ. എന്നാൽ ഇത്തവണ അത് 2ാം സ്ഥാനത്ത് എത്തിക്കുവാൻ സാധിച്ചു. കഴിഞ്ഞ തവണ ഒരു മെമ്പർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഇത്തവണ 3 ആക്കി ഉയർത്തുവാനും സാധിച്ചു. 3-4 വാർഡുകളിൽ തുച്ഛമായ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് താഴെയായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നേറുവാൻ ഇത്തവണ സാധിച്ചു. അത് UDFിനെ സംബന്ധിച്ച് വിജയമായി കാണുന്നു. കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് പരാജയം കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു. വരുന്നാളുകളിൽ പത്തിയൂരിൽ UDF അതിശക്തമായ വിധത്തിൽ തിരിച്ചു വരുമെന്നും 7ാം വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് യുവ നേതാവ് കൂടിയായ ശ്രീജിത്ത് പത്തിയൂർ പറഞ്ഞു. ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകി കോൺഗ്രസ് പത്തിയൂർ ജനതയ്ക്കൊപ്പം നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ്, പത്തിയൂർ.